ആദിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അന്നവസ്ത്രാദിമുട്ടാതെ തന്നുരക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നുകൾക്കു തമ്പുരാൻ. ആഴിയും മായയും നിന്മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായും സൃഷ്ടികാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അതിന് പ്രായോഗികമായി നടക്കത്തുള്ളൂ. കുറേ വർഷങ്ങളായി മീറ്റിങ്ങുകൾ അനവധി നമ്മൾ ചേരാറുണ്ടെങ്കിലും ഒഫീഷ്യലായിട്ട് ചെന്നൈ യൂണിയൻ്റെ ബ്രാഞ്ചിൽ നിന്നുള്ള പ്രസിഡന്റ് സെക്രട്ടറിമാർ കമ്മിറ്റി വെച്ച് നമ്മളൊരു മീറ്റിംഗ് നടത്തിയിട്ട് വർഷങ്ങൾ കുറേ ആയിരിക്കുന്നു. അപ്പോൾ ഇത്രയും ആളുകൾ വിളിച്ച നമ്മളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ബ്രാഞ്ചിൽ നിന്നുള്ള പ്രതിനിധികൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്, നിങ്ങൾക്ക് പറയേണ്ടതുണ്ട്, നമ്മൾക്ക് അജണ്ടയുണ്ട്, അത് അധ്യക്ഷൻ പറയും. ഇപ്പോൾ സ്വാഗതം പറയുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കർത്തവ്യം. എല്ലാവരെയും സ്നേഹാദരങ്ങളുടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഞാനതോടെ പറഞ്ഞിരുന്നു, ഏറ്റവും നിസ്സഹായനായ കൈകാലുകളൊക്കെ ഛേദിക്ക ഒരു ജനറൽ സെക്രട്ടറി, അല്ലെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം മാറ്റി മാറ്റി പറയുന്ന ജനറൽ കൺവീനർ, അതിൻ്റെ ഈക്വൽ ആ സെക്രട്ടറിയുടെ സ്റ്റാറ്റസ് തന്നെയാണ്. നിയമനമാണ്. ഇവിടെ ഇലക്ഷൻ നടന്നിട്ട് ആകെ ഒരു യൂണിയനേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യത്തെ ശ്രീ ഗോകുലം ഗോപാലനായിരുന്നു പ്രസിഡന്റ്, ശ്രീ EV വാസവൻ സെക്രട്ടറി. ആ കമ്മിറ്റി 1.5 വർഷം 2 വർഷത്തോളം പോയി. നിങ്ങളെല്ലാവരും ബ്രാഞ്ചുകൾ ഉണ്ടാക്കി വളരെ സജീവമായി ഒരു പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൗർഭാഗ്യകരമായ കുറേ സംഭവങ്ങളുണ്ടായി. അതിൻ്റെ ശരിതെറ്റുകളിലേക്കോ വ്യക്തികളെ ആക്ഷേപിക്കാനോ നമ്മൾക്ക് താല്പര്യമില്ല. അതാണ് ചെന്നൈ യൂണിയൻ സംഭവിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു ഭാഗമായി ഒരു ഘട്ടത്തിൽ, കോവിഡ് ഘട്ടത്തിൽ 2019 ഡിസംബറിലാണ് ഈ സമിതി ചാർജ് എടുത്തത്. ലക്ഷ്യം ഇവിടുത്തെ യൂണിയൻ്റെ ഇലക്ഷൻ നടത്താൻ വേണ്ടി മാത്രം നിയമിച്ചൊരു കമ്മിറ്റിയാണ്. അപ്പോൾ 1 വർഷമൊക്കെ ചുമ്മായിരുന്നു. കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്താലാണ് യൂണിയനും ബ്രാഞ്ചുകളിലൊക്കെ ഒരു സജീവമായി കൊണ്ടുപോകാൻ പറ്റുമതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാ ബ്രാഞ്ചുകളിലും ആദ്യം 1-ാം നമ്പർ ബ്രാഞ്ചായ ആവടിയിൽ പോയി അവിടുത്തെ പ്രസിഡന്റ് ശ്രീ മനോഹരനെ കണ്ടു. 2 ശ്രീ CD ശിവദാസ്, ഞങ്ങൾ ഒരു 4-5 പേർ എല്ലാ ബ്രാഞ്ചിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എല്ലാ ബ്രാഞ്ചിലും വന്നിരുന്നു. അപ്പോൾ പലർക്കും പറയാനുള്ള സങ്കടകരമായ അവസ്ഥകളൊക്കെ ഞാൻ കേൾക്കുന്ന ഉത്തരവാദി ഞാനാണ്. നമ്മുടെ യൂണിയനിൽ 2 വർഷം മുൻപ്, ഏകദേശം 2 വർഷം മുൻപോളം ഉള്ള ഒരു നമ്മുടെ യൂണിയൻ കൺവീനറുടെ ഒരു വിഷനാണ് നമ്മുടെ ഇവിടെ നരേന്ദ്രമോദി വെച്ചൊരു പരിപാടി നടത്തുന്ന ഒരു വിഷൻ ആരംഭിച്ചത് ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ വിഷൻ നടപ്പാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ ഉള്ളതിനെ നടപ്പാക്കാൻ വേണ്ടി നമ്മൾ 2 വർഷം കൊണ്ട് ശ്രമിച്ചു. എങ്കിലും ശരി. ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതെ, ഇന്ന് വൈസ് ചെയർമാൻ പോസ്റ്റിനെ തെരഞ്ഞെടുത്തതിന് എല്ലാവർക്കും വളരെ നന്ദി. ഇതിനോട് വ്യക്തിയെ എനിക്ക് അറിവിനെത്തിയ കാര്യങ്ങൾ ഞാൻ ഈ യോഗത്തിന് എന്താ ചെയ്യാൻ പറ്റുക അത് ഞാൻ ചെയ്യും. പോകട്ടെ. ഇന്നത്തെ നക്ഷത്രം മകയില നക്ഷത്രം. അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ. ഏകാദശി കഴിഞ്ഞ് ദ്വാദശിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഈ മകയില നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഏതൊരു പ്രവൃത്തിയും ഉള്ളിലേക്ക് നോക്കി മുന്നിലേക്ക് സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, ശ്രീനാരായണയിലെ
ആറാട്ടുപുഴ വേലായുധ പണിക്കർ, ശ്രീനാരായണ ഗുരു, പൽപ്പു, കുമാരനാശാൻ, ടി കെ മാധവൻ, ഉണ്ണിയാർച്ച, ആളമശകവർ, ഇവരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് നമ്മൾ. അവരെ ഓർത്ത് ഞാൻ ഒരു നിമിഷം ഓർക്കുകയാണ്. അവരിപ്പോൾ സാക്ഷാൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വന്നാൽ എന്താണ് കാണുക? നമ്മുടെ ജനങ്ങൾ അവരുദ്ദേശിച്ച അധസ്ഥിത വർഗം, ഇൻക്ലൂഡിങ് നമ്മുടെ ജാതിയും മറ്റു എല്ലാ ജാതികളും, ഇന്നത്തെ സ്ഥിതി എന്താണ്? ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന നമ്മുടെ ജാതി, ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്ന നമ്മുടെ ജാതി, ഏറ്റവും കൂടുതൽ മെൻ്റൽ ഡിസീസ് വരുന്നത് നമ്മുടെ ജാതി. പണക്കാർ നമുക്ക് 2 പേരാണെങ്കിൽ അവർക്ക് 1000 പേര്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസണായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഞാനൊക്കെ ഞങ്ങളുടെ ഫാമിലിയിൽ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ആളുകൾ, അടുത്ത തലമുറയ്ക്ക് നമ്മൾ കാരണവന്മാർ എന്ത് ചെയ്യണം? അതിനുവേണ്ടി നമ്മൾ നമ്മൾ വലിയ ആളുകൾ ചേർന്ന് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ കൂടെ നമ്മൾ പുതിയ പുതിയ പരിപാടികൾ ആരംഭിക്കണം. കേരളത്തിലെ മറ്റു ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ SNDP ചെയ്യുന്നത് അതെല്ലാം ഇവിടെ ചെയ്യണം. ഒക്കെ നമുക്ക് പുതിയ തലമുറ വാർത്തെടുക്കാൻ വേണ്ടി എല്ലാം ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. പക്ഷെ നല്ലൊരു മനസ്സ് മാത്രമേ ഉള്ളൂ. കറുത്തിരിക്കുന്നു, ചിരിച്ചാൽ പല്ല് മാത്രം വെളുത്തത്. പക്ഷെ പുള്ളി എങ്ങനെ തന്നെ കൊണ്ടുവന്നു ചേർത്തു. ആദ്യം ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി, സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഭംഗിയായി നടത്തി. രണ്ടാമത് വൈക്കം പോരാട്ടം, അതും ഭംഗിയായിട്ട് നടത്തി. 2 പ്രാവശ്യം മാരത്തോൺ, അതും നടത്തി. ഞാനൊക്കെ അത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഗുരുദേവൻ പറഞ്ഞ ഗുരുദേവന്റെ തത്വങ്ങൾ ഒത്തിരി അറിയാം. അന്യവർക്ക് ഗുണം ചെയ്യുന്നതിൽ ആയുസ് വകുസ്സു, അത് നമ്മുടെ മനസ്സിൽ നമ്മൾ നടത്തും. അവനിവൻ എന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം.